അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من വാൽ. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ്. പലപ്പോഴും മനുഷ്യരായ ആളുകളൊക്കെ അത്തരം പ്രതിസന്ധികളിൽ നിരാശയിലേക്ക് കൂപ്പുകുത്തുക സ്വാഭാവികമാണ്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളെ അപഗ്രഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റു മനുഷ്യരിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ ഏറെ വ്യത്യസ്തരാണ്. കൃത്യമായ ലക്ഷ്യവും ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളും നമ്മുടെ മതം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നുണ്ട്. മതപരമായ നമ്മുടെ ജീവിതം ഒന്നിനെയും സ്പർശിക്കാത്തതും, വിശ്വാസിയായിരിക്കത്തിന് നമ്മൾ മറ്റു പലതിലും വ്യാപൃതരായി പോകുന്നതും, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നേട്ടങ്ങളും പുരോഗതിയും ലഭിക്കാതിരിക്കാൻ ഇടയാകും. വിശ്വാസികൾ ഒരു കാലഘട്ടത്തിലും കടന്നു വന്ന വഴികളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയൊന്നും അവർ നിരാശരായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഒരു സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. ഏറെ ആഴത്തിൽ പഠിക്കാനുള്ള ചില കാര്യങ്ങൾ ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറ റഅദിലെ 11-ാമത്തെ സൂക്തമാണത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു ജനതയെയും, ഏതൊരു കൗമിനെയും, ഒരു സമൂഹത്തെയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരിൽ ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല. വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ. അള്ളാഹു ഒരു സമൂഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദോഷമുണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ മറദ്ദ ലഹു, അതിനെ തട്ടിമാറ്റാൻ ഒരാളെ കൊണ്ടും സാധ്യവുമല്ല. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. അവന് പുറമെ മനുഷ്യർക്ക് യാതൊരു രക്ഷാധികാരി ആയിട്ടുള്ള മറ്റൊരാളും ഇല്ലാത്തതാകുന്നു. വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമൂഹ്യ പരിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഈ വചനത്തിലൂടെ പറയുന്നുണ്ട്.
അമാനി മൗലവി ഇതിന്റെ വിശദീകരണത്തിൽ 3 വചനങ്ങൾ, 3 കാര്യങ്ങൾ ഈ സൂക്തത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. സ്വയം മാറ്റത്തിന് വിധേയമാകാത്തൊരു സമൂഹത്തിൽ അള്ളാഹുവിൽ നിന്നുള്ളൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. നമ്മുടെ അവസ്ഥയ്ക്ക് നമ്മളൊരു മാറ്റത്തിന് ശ്രമിക്കുന്നില്ല. അതൊക്കെ വരുന്നത് പോലെ വരട്ടെ, അല്ലെങ്കിൽ കാണുന്നത് പോലെ അങ്ങോട്ട് പോയിക്കൊള്ളട്ടെ, എനിക്ക് ഇനി അതിനകത്തൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊരു നിസ്സംഗത ഓരോരുത്തരിലും പിടികൂടുമ്പോൾ ആ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവില്ല എന്നതാണ് അള്ളാഹു ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലഭിക്കേണ്ട പുരോഗതിയും അഭിവൃദ്ധിയും ഭദ്രതയും അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ ഈ ഗുണങ്ങൾക്കെല്ലാം വിപരീതമായ ചില ദുരനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഓരോ വ്യക്തിയും, ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനം വ്യക്തിയിൽ നിന്നും അതിനുശേഷം കുടുംബത്തിൽ നിന്നും പിന്നീട് സമൂഹത്തിലുണ്ടാകുന്ന മൊത്തത്തിലുള്ള പരിവർത്തനമാണ്. അപ്പോൾ ഓരോ വ്യക്തിയും എത്ര കണ്ട് സ്വയം സംസ്കരണത്തിന് വിധേയനായിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഖുർആനിലൊരു ഒരു വചനം ഇങ്ങനെയാണ്, വഫി അൻഫുസിഹിം, അവരിൽ ഓരോരുത്തരിലുമുള്ള അനേക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു പറയാണ്, അഫലാ തുബ്സിറൂൻ, എന്നിട്ട് അവർ സ്വയം കണ്ടറിയുന്നില്ലേ? അള്ളാഹു അവരിലേക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കണ്ടു മനസ്സിലാക്കാനുള്ള അനേകം വൈവിധ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ ഓരോ മനുഷ്യനിലും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കയ്യിൻ്റെ വിരലുകൾ പോലും നമുക്കറിയാവുന്നതുപോലെ എത്രയോ വ്യത്യസ്തങ്ങളാണ്. ലോകത്ത് എത്രയോ ദശകണക്കിന് കോടി ജനങ്ങളാണ് ജീവിക്കുന്നത്. എല്ലാവരുടെയും മുഖങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ അന്വേഷിച്ചു പോയാൽ വിസ്മയിച്ചു പോകും. ഈ ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെയും രക്ഷിതാവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നിട്ട് ആ പടച്ചവൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എത്ര കണ്ട് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് കൂടി നോക്കണം. അവിടെയാണ് നമ്മിലൊരു മാറ്റം ഉണ്ടാകാൻ നമ്മൾ തന്നെയും സ്വയം പ്രാപ്തമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയുന്നത്. തിന്മയുടെ വ്യാപനത്തിൽ ഓരോ വ്യക്തികൾക്കുമുള്ള പങ്കിനെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയണം. പഴയൊരു കാലഘട്ടങ്ങളിലൊക്കെ ഏതെങ്കിലും നിലക്കുള്ള ഒരു തെറ്റുകൾ, ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു അതിക്രമം ഒരു സ്ഥലത്തുണ്ടായാൽ അതിന് നമ്മുടെ കാരണവന്മാരൊക്കെ ഇടപെടുമായിരുന്നു. ആ ഇടപെടൽ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരവുമായിരുന്നു. എത്ര വഷളായ പ്രശ്നങ്ങൾക്കും അവർ ഒരു സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ കൊണ്ടെത്തിക്കാതെ ആ കാരണവന്മാരൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഓരോ നാടിനും ചില വ്യത്യസ്തങ്ങളായ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ നയിക്കാൻ പറ്റിയ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഈ സമൂഹം മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആരും പറഞ്ഞാലും നമ്മൾ കേൾക്കൂല. ഒരാളുടെയും വാക്കിന് നമ്മൾ ചെവി കൊടുക്കുകയില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും, എൻ്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ എൻ്റേത് തന്നെയാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ മാറിപ്പോയിട്ടില്ല. ഇതൊരു സത്യമല്ലേ? ഖുർആൻ ഈ പറയണ നോക്കുങ്ങൾ 8-ാമത്തെ അധ്യായം സൂറ അൻഫാലിലെ 25-ാമത്തെ വചനം, വത്തഖു ഫിത്നത്തൻ, നിങ്ങളൊരു പരീക്ഷണത്തെ, ഒരു ശിക്ഷയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, ആ ശിക്ഷ നിങ്ങളിലേക്ക് വന്നാൽ കുറ്റം ചെയ്ത ഒരാളെ മാത്രമായിട്ടത് പ്രത്യേകമായി പിടികൂടുന്നതല്ല, എല്ലാവരിലേക്കും കൂടിയായിരിക്കും പിടികൂടുക. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അറിയണം അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഒരു സമൂഹത്തിൻ്റെ ഭദ്രതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരിലെ കൊള്ളരുതായ്മകളെ ചെറുക്കാൻ പറ്റുന്ന വിധം സമൂഹം ശാക്തീകരിക്കപ്പെടണമെന്നുള്ളതാണ്. മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സമൂഹമാകണം. മുഖം നോക്കാതെ, പക്ഷം നോക്കാതെ, പാർട്ടി നോക്കാതെ, ഗ്രൂപ്പ് നോക്കാതെ അനീതിക്കും അക്രമത്തിനുമെതിരിൽ ശക്തമായി നിലപാടുള്ളവരായി നമ്മൾ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ മകൾ
ഫാത്തിമ കട്ടാൽ ഞാൻ അവളുടെ കൈ മുറിക്കുമെന്ന് പറഞ്ഞത് എന്ത് ഡയലോഗിന് വേണ്ടിയാണ് പ്രവാചകൻ പറഞ്ഞത്? ആരെയെങ്കിലും കോൾമയിൽ കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? പ്രവാചകന്റെ നിലപാട് പറയുകയാണ്. അവരിലെ ചില സ്വഹാബി വര്യന്മാർ ഉന്നത കുലജാതയായിട്ടുള്ള സ്ത്രീ ചെയ്ത അപരാധത്തിന് പ്രവാചകന്റെ പക്കൽ നിന്നുള്ള ശിക്ഷ വന്നേക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഒരു ശുപാർശയുമായി ചെന്നപ്പോഴാണ് പ്രവാചകൻ ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന നടത്തുന്നത്. കട്ടതെൻ്റെ മകൾ ഫാത്തിമയാണ് എങ്കിൽ പോലും ഞാനത് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് കൃത്യമായൊരു നിലപാടാണ്. അങ്ങനെ ഒരു നിലപാടുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. സമൂഹത്തിൽ അക്രമങ്ങൾ അരങ്ങേറുമ്പോൾ, കൊള്ളരുതായ്മകൾ ഉണ്ടാകുമ്പോൾ, മദ്യപാനവും അതേപോലെ തന്നെ മയക്കുമരുന്നൊക്കെ വ്യാപിക്കുമ്പോൾ അതൊക്കെ എവിടെയാണ് അസ്തമിക്കുന്നത്? ആ അന്വേഷണവും തീവ്രതയും ഒക്കെ അത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാകുമ്പോൾ അവിടെ വച്ചത് അസ്തമിക്കുകയാണ്. അതുവരെ വലിയ ഉഷാറായി സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ വോയിസ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു രീതി നമുക്കിടയിലൊക്കെ കടന്നു വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ജിഹാദ് എന്ന് പറയുന്നത് ത്യാഗപരിശ്രമങ്ങളിലൂടെ ഒരു നന്മയെ സ്ഥാപിച്ചെടുക്കലാണ്. ത്യാഗപരിശ്രമങ്ങളിലൂടെ ഒരു തിന്മയെ ചെറുക്കലാണ്. ഇതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് മുസ്ലിങ്ങൾ. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജിത്തബാക്കും. അതിനുവേണ്ടി യഥാർത്ഥ മുറപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ, യഥാർത്ഥ ജിഹാദിനു വേണ്ടി. ആ ഉത്തരവാദിത്വം അള്ളാഹു നമ്മെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തരവാദിത്വം എന്താണ്? ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ജിഹാദ് എല്ലാ കാലഘട്ടത്തിലും ഒരേ രീതിയും ഒരേ സ്വഭാവവുമല്ല. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുകൊണ്ട് ജിഹാദിൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റം വരും. എന്നാൽ ആശയം ഒന്ന് തന്നെയായിരിക്കും. അത് നന്മ സ്ഥാപിക്കലും തിന്മയെ വിരോധിക്കലുമായിരിക്കും. എല്ലാ കാലത്തെയും നന്മ ഒന്നാവില്ല. എല്ലാ കാലത്തെയും തിന്മകളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏത് കാലത്തിലായിരുന്നാലും നമുക്ക് ചെയ്യാനുള്ളത് നന്മയുടെ ആളുകളാവുകയും തിന്മയെ ചെറുക്കലുമാണ്. ഒരു സാമൂഹ്യ ബദ്ധതയ്ക്ക്, സുസ്ഥിരമായ ഒരു സമൂഹ ഘടനയ്ക്ക് ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനവും പ്രാധാന്യവുമാണ് പറയുന്നത്. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ലതഅമുറന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വല തൻഹവുന്ന അനിൽ മുൻകർ, തിന്മയെ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. വലിതുഹാദിൽ അലൽ ഖൈർ, നന്മയെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഔലയസ്തന്നക്കും അല്ലാഹു ജമീഅൻ ബിഅദാബ്, അതല്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ ഒന്നടങ്കം ശിക്ഷയുമായി പിടികൂടുന്നതാണ്. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, നന്മയെ കൽപ്പിക്കണം, തിന്മയെ വിരോധിക്കണം, അതേപോലെ തന്നെ നന്മയുടേതായ എല്ലാ കാര്യങ്ങളെയും പുണ്യപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇത് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഉപേക്ഷ വരുത്തുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഒന്നായിട്ട് വരും. എന്നിട്ട് പറയണ നോക്കൂ നിങ്ങൾ, ഔലയുമിറന്ന അലൈക്കും ഷിറാറക്കും, പിന്നീട് നിങ്ങളുടെ ചുമതലകൾ ഏൽക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ ഏറ്റവും വൃത്തികെട്ടവനായിരിക്കും, ഏറ്റവും മോശക്കാരനായിരിക്കും പിന്നീട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളായി അധികാരികളായി വരുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഓരോ പ്രവണതകൾ കാണുമ്പോൾ ഈ ഹദീസൊക്കെ ജീവിതത്തിൽ ലൈവായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന നേതൃത്വം അങ്ങനെയുള്ളവരായിരിക്കും. സുമ്മ യദഉ ഖിയാറക്കും, പിന്നീട് നിങ്ങളിലെ ഉത്തമരായ നല്ല മനുഷ്യന്മാരൊക്കെ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കും. ഫലാ യുസ്തജാബു ലഹും, അവർക്ക് ആർക്കും ഉത്തരമുണ്ടാവുകയില്ല എന്നാണ് ഹദീസ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്നൊരു ദുരന്തത്തെ അതിനേക്കാൾ ഭംഗിയായി പറയാൻ പറ്റിയ മറ്റൊരു വചനമില്ല. പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായ ഒരു പറയാണ്, കാലത്ത് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇദാ ലഹറത്തുൽ മആസി ഫി ഉമ്മത്തി,
എൻ്റെ സമുദായത്തിൽ മോശമായ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് എങ്കിൽ അമ്മഹുമുല്ലാഹു ബി അദാബിൻ മിൻ ഇൻദി, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷ അവരിലേക്ക് വരുന്നതാണ് പൊതുവായി. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അമാ ഫീഹിം ഉനാസുൻ സാലിഹൂൻ, അപ്പോൾ അവരിൽ നല്ല ആൾക്കാരും ഉണ്ടാവുമല്ലോ, കുഴപ്പക്കാർ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ, വേറെയും നല്ല ആൾക്കാർ എന്തോരാളുകൾ ഉണ്ടാകും എന്നാണ് മഹദി ഉമ്മു സലമയ്ക്ക് അറിയേണ്ടിയിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബല, തീർച്ചയായും നീ പറഞ്ഞത് ശരിയാണ്, അവരുടെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടാകും. വീണ്ടും അവർ ചോദിക്കണം, ഫകൈഫ യസ്നഉ ഉലൈക, അപ്പോൾ ആ ആളുകൾക്കൊക്കെ എന്താണ് സംഭവിക്കുക എന്ന്. പ്രവാചകൻ പറഞ്ഞു, യുസീബുഹും മാ അസാബന്നാസ്, ജനങ്ങൾക്ക് പൊതുവായി സംഭവിക്കുന്ന എല്ലാ നാശവും ശിക്ഷയും നല്ല മനുഷ്യന്മാർക്കും സംഭവിക്കും. സുമ്മ യുസീറൂന ഇലാ മഗ്ഫിറത്തി മിനല്ലാഹി വറിദ്വാൻ, പിന്നീട് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവർക്ക് അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കുകയും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും ചെയ്യും. ഈ ഒരു വ്യത്യാസമല്ലാതെ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഒന്നായി അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുമെന്നുള്ളതാണ്. അവിടെ എന്താണ് ആദ്യമായി പറയുന്നത്? പരിവർത്തനത്തിൻ്റെ ബാലപാഠമായി ഒന്നാമത്തെ നിർദ്ദേശമായി പറയുന്നൊരു ഭാഗം, നിങ്ങളിലെ തിന്മകളെ മാറ്റിയെടുക്കാൻ അതിനുള്ള പരിശ്രമം നിങ്ങൾ നടത്തണമെന്നുള്ളതാണ്. നമ്മിൽ ഇങ്ങനെയൊക്കെ കുറേ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അത് പരിഹരിക്കണം എന്നത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് വരണം. അതിൽ എനിക്കൊരു പങ്കുമില്ല, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ എന്നൊരു ഉദാര സമീപനം വിശ്വാസി സമൂഹത്തിന് പാടില്ല എന്നതാണ് ആ വചനത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ട ജൂതന്മാരെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ അവരുടെ മോശമായൊരു പ്രവണതയെപ്പറ്റി പറയാണ്. 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 79-ാമത്തെ വചനം, കാനൂ ലാ യതനാഹൗന അനിൽ മുൻകർ, തിന്മയെ അവർ പരസ്പരം തടയുമായിരുന്നില്ല. ഫഅലൂഹു, അവരത് പ്രവർത്തിക്കുമ്പോൾ, ലബിഇസ മാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വളരെ മോശമായ കാര്യമാണ്. തിന്മ ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് അത് വ്യാപകമാകുമ്പോൾ പ്രതിരോധിക്കേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യും? അവര് വളരെ മൗനികളാകും, നിശബ്ദരായി പോകും. ആ ഒരു സ്വഭാവത്തെ പറയാൻ ഈ ആയത്തിനെ വിശദീകരിച്ച ഇമാം ഇബ്നു കസീർ ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യത്തിലൊക്കെ അവരിൽ അറിയാവുന്ന ആളുകളൊക്കെ അതിനെ വിമർശിച്ചിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തിന്മയുടെ കൂടെ അവരും അറിയാതെ അങ്ങ് രാജിയാകുന്നുള്ളവർ. ഒരു കാലത്ത് നമ്മൾ വിമർശിച്ചതൊക്കെ നമ്മൾ തന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം മാറിപ്പോവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ നാശത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആധുനിക മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഇസ്ലാം കൈയൊഴിച്ച എന്തെല്ലാം സംഗതികൾ ഒരു ലജ്ജയും ഒരു നാണവുമില്ലാതെ പേറി നടക്കുന്നവരായി വിശ്വാസികൾ മാറുന്നില്ലേ? നമുക്കതിലൊരു കുറവ് തോന്നുന്നുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എൻ്റെയൊക്കെ നാട്ടിൽ ആദ്യം ഈ കേബിൾ കണക്ഷൻ വന്നപ്പോൾ, ടി വിയിൽ നമ്മൾ കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ കേബിൾ സിസ്റ്റമൊക്കെ വന്ന സമയത്ത് പള്ളിയിൽ യോഗം കൂടിയിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആലോചന യോഗം നടക്കുക. ഞാനതിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. എത്ര കൊല്ലം മുമ്പാണ്. നമ്മളെന്ന് അന്തം വിട്ടുപോകും. അതൊക്കെ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ ആലോചിച്ചു പോകും. അത് നമ്മൾ അന്ന് കണ്ടത്, ഇതൊക്കെ വന്നാൽ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളൊക്കെ തകർന്ന് പാളിസായി പോകുമെന്നാണ് നമ്മളോട് അന്ന് വിശദീകരിക്കപ്പെട്ടത്. അത് സാബൂതം അത്ഭുതത്തോടു കൂടി ഒരു ബോംബ് വന്ന് വീഴാൻ പോകുന്നത് പോലെ നമ്മളെല്ലാവരും കേട്ടിരുന്നു. ഇന്നിപ്പോൾ ഏത് വീട്ടിലതില്ലാത്തത്? എന്നിട്ട് നമ്മളൊക്കെ ആണും പെണ്ണും വാപ്പായും മക്കളൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് നിഷേധങ്ങളൊന്നും യാതൊരു വകഭേദമില്ലാതെ എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വല്ല കുറവുണ്ടോ? നമ്മുടെ ഇസ്ലാമിന് വല്ല തകരാറുണ്ടോ നമുക്കുണ്ട്? നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരിയാണ് എന്നതാണ്. നമ്മിലെ മാറ്റം നമ്മൾ പോലും അറിയുന്നില്ല, നമ്മൾ എത്ര കണ്ട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത് ആ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, അള്ളാഹു ഒരു കൂട്ടർക്ക് തിന്മ ഉദ്ദേശിച്ചാൽ
അതിനെ തടയാൻ ഒരു മഹ്ലൂക്കിനെ കൊണ്ടും പറ്റില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. അല്ലെ, ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതായി നമ്മൾ പറഞ്ഞല്ലോ, വൽഖദർ ഹൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പടച്ചവൻ ഒരു സമൂഹത്തിനൊരു തിന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലേ, ഒരു പരിശ്രമശാലിയുടെ പരിശ്രമവും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോവില്ല എന്നത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ ഒരു സമൂഹത്തെ അള്ളാഹു എപ്പോഴാണ് ശിക്ഷിക്കുക? അകാരണമായി ഒരു സമൂഹത്തെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ അനേക സ്ഥലങ്ങൾ പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിലെ 51-ാമത്തെ വചനം, 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 10-ാമത്തെ വചനം, 41-ാമത്തെ അധ്യായം സൂറ ഫുസ്സിലത്തിലെ 46-ാമത്തെ വചനം, 50-ാമത്തെ അധ്യായം സൂറ കാഫിലെ 29-ാമത്തെ വചനം. ഈ വചനങ്ങളിലൊക്കെ അള്ളാഹു പറയുന്നത് വ അന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, തൻ്റെ ദാസന്മാരോട് അള്ളാഹു ഒരിക്കലും തരിമ്പും അനീതി ചെയ്യുകയില്ല എന്നതാണ്. പിന്നെ എന്ത് ശിക്ഷ വന്നാൽ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്? അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ശിക്ഷയെ നമ്മൾ ഇരന്നു വാങ്ങുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് വേണ്ട എല്ലാ സംഗതികളും, അല്ലെ, നമുക്ക് ഏറ്റവും ആഘോഷപൂർവ്വം നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ പങ്കെടുക്കുന്നതാണ് ഓരോ വിവാഹങ്ങളും. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടേതാണ് വിവാഹമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ ഇത് നയിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഗൃഹനാഥന്മാര് കയ്യിൽ നിന്ന് സംഗതി വിട്ടുപോയ ആളെ പോലെയാണ്, പട്ടം കയ്യിൽ നിന്ന് വിട്ടുപോയ കുട്ടിയെ പോലെയാണ്. ഒരു റോളും അവർക്കില്ല, ഒരു നിയന്ത്രണവുമില്ല. എന്തെല്ലാം തോന്നിയവാസങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ അതെല്ലാം ഒരു മൂകനായി നിന്നുകൊണ്ട് എല്ലാം വീക്ഷിക്കാൻ വിധിക്കപ്പെട്ടവനായി ഓരോ കുടുംബത്തിലെയും രക്ഷിതാക്കൾ മാറിപ്പോകുന്നുണ്ട്. പഴയ കാരണന്മാരൊക്കെ എവിടെയാണ്? അവരൊക്കെ മരിച്ചു പോയിരിക്കുന്നു. ആ സ്ഥാനത്ത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റിയ ഒരാളും നമുക്കില്ല. എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ബർക്കത്ത് വേണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബർക്കത്തിന് എതിരായിട്ടുള്ള എല്ലാ പണികളും ഇവിടെ നമ്മൾ ഒരുക്കി വെച്ചുകൊണ്ട് നമ്മൾ പറയാണ് എന്താണ് ഈ പ്രതിസന്ധിക്കൊക്കെ ഒരു കാരണം, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക, നമുക്കെന്താണ് ഒരു അഭിവൃദ്ധി ഇല്ലാത്തത്? എല്ലാ സ്ഥലത്തും ചണ്ട കണക്ക് ആളുകളുടെ ആട്ടും തുപ്പുമൊക്കെ കൊള്ളാൻ വിധിക്കപ്പെട്ടവരായി സമൂഹം എന്തുകൊണ്ട് മാറിപ്പോകുന്നു? ആ ഒരു അന്വേഷണമാണ് ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവർ വളരെ ഭംഗിയായി വളരെ തുറന്നു തന്നെ അവർ ധിക്കരിക്കുമ്പോൾ ആ ധിക്കാരം ഒരു ശിക്ഷയിലാണ് അവസാനിക്കുക. ഖുർആൻ അത് പറഞ്ഞു വെച്ച് നോക്കൂ നിങ്ങൾ. 32-ാമത്തെ അധ്യായം സൂറ സജദയിലെ 21-ാമത്തെ വചനം, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകളുമായി നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. വലിയ ശിക്ഷ എന്ന് പറയുന്നത് പരലോകത്ത് വരാനുള്ള വലിയ ശിക്ഷയാണ്. ആ ശിക്ഷയ്ക്ക് മുമ്പായി ചെറിയ ചെറിയ ശിക്ഷകൾ ദുനിയാവിൽ നമ്മൾ അവരെ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. എന്തിനാണത്? ലഅല്ലഹും യർജിഊൻ, അവരൊന്ന് മടങ്ങി വരാൻ വേണ്ടിയാണ്. എൻ്റെ തെറ്റെനിക്ക് ബോധ്യമായി ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചു നടത്തത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ ഈ സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയത്. ഖുർആൻ അതിനുശേഷമുള്ള 33-ാമത്തെ അധ്യായത്തിലെ 62-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്. സുന്നത്തല്ല, അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. ഫില്ലദീന ഖലൗ മിൻ ഖബൽ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം അങ്ങനെ തന്നെയായിരുന്നു. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, പടച്ചവന്റെ ആ നടപടിക്രമത്തിനൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അത് അചഞ്ചലമാണ്. ആ നടപടിക്രമം അതിൻ്റെ രീതിയിൽ അങ്ങ് നടക്കും. ഈ ഒരു ബോധം വിശ്വാസമുള്ള ആളുകൾക്ക്, വിശ്വാസികളിൽ തന്നെ നേതൃത്വം കൈയാളുന്ന ആളുകൾക്ക്, സമൂഹത്തിൽ ശബ്ദമുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. 3-ാമത് അവിടെ പറയുന്നത് മനുഷ്യരുടെ രക്ഷാധികാരിയായി അള്ളാഹു മാത്രമാണുള്ളത്. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ ആ മാർഗദർശനം അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 120-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, പറയുക മാർഗദർശനം
അള്ളാഹുവിൻ്റേത് മാത്രമാണ് യഥാർത്ഥമായ മാർഗദർശനമുള്ളത്. വലയിൻ തബഅത, നിങ്ങൾ പിന്തുടരുകയാണ് എങ്കിൽ അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, വിശ്വാസികളല്ലാത്ത ആളുകൾ ഏതെങ്കിലുമൊക്കെ വച്ചു നീട്ടുകയും അവരുടെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് കാണിക്കുമ്പോൾ ആ സംസ്കാരങ്ങളെ നിങ്ങൾ വാരിപ്പുണർന്നാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, നിങ്ങൾക്ക് കൃത്യമായ വിവരം വന്നെത്തിയതിനു ശേഷം നിങ്ങൾ അത്തരം ദുർമാർഗത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയോ ഒരു സഹായിയോ പിന്നെ ഉണ്ടാവുകയില്ല എന്നതാണ്. അപ്പോൾ ഏത് പരിതസ്ഥിതിയിലും കൃത്യമായി ഉറച്ചു നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള സകല അഭിവൃദ്ധികളും നമ്മൾ കാണുന്ന എല്ലാ മേന്മകളും അത് ഈ ആദർശത്തിൻ്റെതാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, ഖുർആൻ അതിൻ്റെ പ്രഥമ അനുവാചകരോടത് പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായം, അതേ അധ്യായത്തിലെ 26-ാമത്തെ വചനം, വദ്കുറു ഇത് അൻതും ഖലീലൻ മുസ്തദഅഫീന ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വളരെ ദുർബലരായിരുന്നൊരു വിഭാഗമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. തഹാഫൂന അൻ യതഖത്തഫകും അന്നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുകയായിരുന്നു. അറബികളുടെ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ഇസ്ലാം കടന്നു വരുമ്പോൾ ലോകത്തെ ഏറ്റവും ദുർബലമായ ഒരു ജനവിഭാഗമായിരുന്നു അവരെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഅവാക്കും, നിങ്ങൾക്ക് നിങ്ങളെ അള്ളാഹു എന്ത് ചെയ്തു? നിങ്ങൾക്ക് ആശ്രയം നൽകുകയുണ്ടായി. അയ്യദക്കും ബിനസ്രി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്കവൻ പിൻബലം നൽകുകയുണ്ടായി. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഉപജീവനം അവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഇതൊക്കെ നൽകി നിങ്ങളെ ലോകത്തെ ഏറ്റവും 1-ാം നമ്പർ ജനങ്ങളായി മാറ്റി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയാൻ, കാന ഹാദൽ ഹയ്യു മിൻ അറബ് അദല്ലന്നാസു ദല്ല, മനുഷ്യരിൽ ഏറ്റവും ദുർബലരായിരുന്നു അറബികൾ എന്ന് പറയുകയാണ് ആയത്തിന്റെ വിശദീകരണത്തിൽ. അതേപോലെ തന്നെ അവരിൽ ഏറ്റവും വിശന്നവരായിരുന്നു അവർ. ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വണ്ണം അവരുടെ ശരീരങ്ങൾ നഗ്നമായിരുന്നു. വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. ഒരു നാഗരികതയുടെ വക്താക്കളായി അവർ മാറിയിട്ടില്ലായിരുന്നു. ഏതെങ്കിലും നിലയ്ക്കൊരു സ്വതന്ത്രമായ രാജ്യമോ സംവിധാനമോ ഭരണക്രമമോ അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ മുച്ചൂടും ദുർബലരായ, എല്ലാവരാലും അവഗണിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു അറബികൾ എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ആ ഒരു സമൂഹത്തിലും മാറ്റങ്ങൾക്ക് നിദാനമായത് അവരിലേക്ക് അള്ളാഹു അവതരിച്ചു നൽകിയിട്ടുള്ള ആദർശത്തെ കൃത്യമായി അവർ സ്വീകരിച്ചപ്പോഴാണ്. ഈ ഒരു നടപടിക്രമത്തിലൂടെ അല്ലാതെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരക്രിയ ഇസ്ലാമിന് നിർദ്ദേശിക്കാനില്ല. അതുകൊണ്ട് പറഞ്ഞ 3 കാര്യങ്ങൾ, സാഹചര്യങ്ങളെയും അതേപോലെ തന്നെ പ്രതിസന്ധികളെയും അതിനെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഭാഗത്ത് എന്താണ് കുറവുണ്ടായിട്ടുള്ളത് ഓരോ വ്യക്തികളും സ്വയം ആലോചിക്കേണ്ടതുണ്ട്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മിലൊരു മാറ്റത്തിന് നമ്മൾ സന്നദ്ധമായില്ല എങ്കിൽ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ്. ഞാൻ നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കലല്ല, നിങ്ങൾ എന്നിൽ മാറ്റം ഉണ്ടാക്കലല്ല, നമ്മൾ സ്വതവേ നമ്മിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ മാറ്റമുണ്ടാവുക. ഏത് പ്രതിസന്ധികളിലും നമുക്ക് രക്ഷയും അവലംബവുമായിട്ടുള്ളത് അള്ളാഹുവും അവൻ്റെ നിർദ്ദേശങ്ങളുമാണ്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗദർശനത്തെ കൃത്യമായി പുൽകുന്ന, അതിനെ അനുധാവനം ചെയ്യുന്ന നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്.